Mother
സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് ഒടിലൂടി നിൽക്കുന്നതിന് സഭയിൽ ഞങ്ങൾ അങ്ങയെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അംഗശാലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവന നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ എന്നേക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ വിപദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരവും ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെയും മനസ്സിനെയും പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയിങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെയും സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവീശ്വരായ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടതിന്റെ 3-ാം മാസം 1-ാം ദിവസം ഇസ്രായേൽക്കാർ സീനായ് മരുഭൂമിയിലെത്തി. അവർ റഫീദീമിൽ നിന്ന് പുറപ്പെട്ട് സീനായ് മരുഭൂമിയിൽ പ്രവേശിച്ച് മലയുടെ മുൻവശത്ത് പാളയമടിച്ചു. മോശ ദൈവസന്നിധിയിലേക്ക് കയറി ചെന്നു. കർത്താവ് മലയിൽ നിന്ന് അവനെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു: യാക്കോബിന്റെ ഭവനത്തോട് നീ പറയുക, ഇസ്രായേലിനെ അറിയിക്കുക, ഈജിപ്തുകാരോട് ഞാൻ ചെയ്തതിൽ നിന്നും കടലിന്മാരുടെ ചെറുതുകളിൽ സംബന്ധിച്ച് ഞാൻ നിങ്ങളെ എന്റെ അടുത്തേക്ക് കൊണ്ടുവന്നതെന്നും നിങ്ങൾ കണ്ടു കഴിഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ എന്റെ വാക്ക് കേൾക്കുകയും എന്റെ ഉടമ്പടി പാലിക്കുകയും ചെയ്താൽ നിങ്ങൾ എല്ലാ
മിശിഹ നിന്നെ അനുഗ്രഹിക്കട്ടെ. സഹോദരരെ, നിങ്ങൾ ആത്മീയതായെക്കുറിച്ച് അറിവുള്ളവരായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ വിദ്യാർത്ഥികളായിരുന്നപ്പോൾ സംസാരശേഷിയില്ലാത്ത വിഗ്രഹങ്ങളിലേക്ക് അബദ്ധസഞ്ചാരം ചെയ്തിരുന്നത് ഓർക്കുന്നുണ്ടല്ലോ. ദൈവാത്മാവുമുഖേന സംസാരിക്കുന്നവരായാലും യേശു ശമിക്കപ്പെട്ടവനാണ് ഒരിക്കലും പറയുന്നു. യേശു കർത്താവാണ് എന്ന് പറയാൻ പരിശുദ്ധാത്മാവ് മുഖേനയല്ലാതെ ആർക്കും സാധിക്കില്ലെന്നും നിങ്ങൾ ഗ്രഹിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ദാനങ്ങളിൽ വൈവിധ്യമുണ്ടെങ്കിലും ആത്മാവ് ഒന്നതല്ല. ശുശ്രൂഷകളിൽ വൈവിധ്യമുണ്ടെങ്കിലും കർത്താവ് ഒന്നതല്ല. പ്രവർത്തികളിൽ വൈവിധ്യമുണ്ടെങ്കിലും എല്ലാവർക്കും എല്ലാറ്റിനും പ്രചോദനം നൽകുന്ന ദൈവം ഒന്നതല്ല. ഓരോരുത്തരിലും ആത്മാവ് വെളിപ്പെടുന്നത് പൊതു നൽകിയിരിക്കുകയാണ്. ഒരേ ആത്മാവ് തന്നെ ഒരാൾക്ക് വിവേചനത്തിന്റെ വചനവും മറ്റൊരാൾക്ക് ജ്ഞാനത്തിന്റെ വചനവും നൽകുന്നു. ഒരേ ആത്മാവ് തന്നെ ഒരു വിശ്വാസവും വേറെ ഒരു രോഗശാന്തിയുടെ വചനവും നൽകുന്നു. ഒരുവന് അത്ഭുതം പ്രവർത്തിക്കാൻ ശക്തി, മറ്റൊരുവന് പ്രവചിക്കാൻ വരവും, വേറൊരുവന് ആത്മാക്കളെ വിവേചിച്ചറിയാൻ കഴിവും, വേറൊരു ഭാഷാപരവും, വേറൊരു വ്യാഖ്യാനത്തിനുള്ള വരവും അവയെ ആത്മാവ് നൽകുന്നു. തന്റെ ഇച്ഛയ്ക്ക് ഓരോരുത്തർക്കും പ്രത്യേക ദാനങ്ങൾ നൽകുന്ന ഒരേ ആത്മാവിനെ തന്നെ പ്രവർത്തിക്കാനുള്ള നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്നേഹം സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 16 തിരുവചനങ്ങൾ 1 മുതൽ. പ്രിയപ്പെട്ടവരെ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് പന്തക്കോസ്ത തിരുനാളാണ്. ദൈവാത്മാവ് ശിഷ്യന്മാരുടെ മേല് തീനാവുകളുടെ രൂപത്തിൽ എഴുന്നള്ളുന്ന കാര്യം നമുക്ക് ഓർമ്മയുണ്ട്. നമുക്കറിയാം, പരിശുദ്ധാത്മാവ് തീയുടെയും അല്ലെങ്കിൽ കൊടുങ്കാറ്റ് നാവിൻ്റെ രൂപത്തിലാണ് വന്നെഴുന്നള്ളിയിരിക്കുന്നത്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, പെസഹ വ്യാഴാഴ്ച യേശു ക്രിസ്തു ശിഷ്യന്മാരുടെ കാലുകൾ കഴുകിയത് യഥാർത്ഥത്തിൽ യേശുവിൽ നിന്നും ദൈവത്തിൽ നിന്നും അകന്നുപോയ മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന പാപത്തെ കഴുകിക്കളയുന്നതിന് വേണ്ടിയാണ്. കേവലം 12 ശിഷ്യന്മാരുടെ കാലിലാണ് യേശുക്രിസ്തു കഴിയുമെങ്കിലും ഈ ലോകത്തിലെ മുഴുവൻ ഭൂഖണ്ഡങ്ങളെയും പ്രതിനിധീകരിച്ചുള്ളവരാണ് 12 പേരും. അപ്പം യഥാർത്ഥത്തിൽ ലോകത്തിൻ്റെ ഹൃദയത്തിൽ ഏറ്റെടുത്ത പാപക്കറകൾ കഴിയുകയാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ശുദ്ധീകരണ പ്രക്രിയയും ഇത് തന്നെയാണ്. യേശുക്രിസ്തു അന്ന് ലോകത്തിൻ്റെ പാപങ്ങൾ കഴുകി തുടച്ചതുപോലെ പിന്നീട് കുരിശിലെ ബലിയാൽ അതിൻ്റെ പൂർണ്ണതയും പൂർത്തിയാക്കിയതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ സജീവ സാന്നിധ്യം യഥാർത്ഥത്തിൽ ലോകത്തിൻ്റെ രാഷ്ട്രങ്ങളുടെ, കുടുംബങ്ങളുടെ, വ്യക്തികളുടെയൊക്കെ ജീവിതത്തിലെ തിന്മകളെ, പാപക്കറകളെ അകറ്റിക്കളയുന്നതിന്, കഴുകിക്കളയുന്നതിന് സാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും മാമോദീസയിൽ വെള്ളമൊക്കെ ഉപയോഗിക്കാറുണ്ട്. അതിൻ്റെ പ്രതീകമായിട്ട് തീ പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകമാണ്.
നിഷ്കളങ്കതയുടെ പ്രതീകമാണ്. പരിശുദ്ധാത്മാവിൽ അങ്ങനെ ഒരു ജോലി ചെയ്യുന്നുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്കറിയാം, ഇന്ന് പൗലോസ്ലീഹ പറഞ്ഞത് പ്രസക്തമാണ്. നാം ആഗ്രഹിക്കുന്ന നന്മയല്ല, ആഗ്രഹിക്കുന്ന തിന്മയാണ് ചെയ്യുന്നത്. അതിൻ്റെ അർത്ഥം സാമൂഹിക ജീവിതം അത്രമാത്രം ദുഷിച്ചിരിക്കുകയാണെന്ന്. വളരെ ബോധ്യത്തോടു കൂടി അല്ലാതെ ഒരു വ്യക്തിക്ക് നന്മ ചെയ്യാൻ സാധിക്കില്ല. തിന്മ ചെയ്യണമെങ്കിൽ ഇഷ്ടംപോലെ സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പം അതുകൊണ്ട് എല്ലാ മനുഷ്യനും പൊതുവെ തിന്മയിലേക്കാണ് ചാഞ്ഞിരിക്കുന്നത്. അപ്പം ഇത്തരം പ്രതിബന്ധങ്ങളെയൊക്കെ തരണം ചെയ്ത് നന്മ ചെയ്യാൻ ക്രിസ്തുവിൻ്റെ വചനങ്ങൾ പ്രവർത്തിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഈ മേഖലയിലാണ് ദൈവം പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് അയച്ചിരിക്കുന്നത്. അപ്പോൾ അത്യന്തം പ്രതികൂല സാഹചര്യത്തിൽ ദൈവവചനങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതിന് പരിശുദ്ധാത്മാവ് നമുക്ക് അയച്ചിരിക്കണം. മാമോദീസ മുതലുള്ള ഉദാശകളോടി നമുക്ക് ലഭിക്കുകയാണ്. നമുക്ക് ലഭിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ആ സാന്നിധ്യം കുറയുമ്പോഴാണ് യഥാർത്ഥത്തിൽ തെറ്റും ശരിയും തിരിച്ചറിയാൻ പറ്റാതെ നമ്മൾ പലപ്പോഴും വർഗീയമായിട്ട് വളരെ കിരാതമായിട്ട് വർത്തമാനങ്ങൾ പറയുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നത്. പലപ്പോഴും നമുക്കറിയാം, ഇന്ന് ഞാൻ തിന്മ ചെയ്യാനായിട്ട് പോകുന്ന ഒരു വ്യക്തിക്ക് പെട്ടെന്ന് തന്നെ അതിലേക്ക് വീഴാൻ സാധിക്കും. കാരണം നൂറുകണക്കിന് സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളുണ്ട്. പക്ഷെ അത് തെറ്റാണ്, അതിലേക്ക് പോകരുത് എന്നൊരു ഉൾവിളി ഉണ്ടാകുന്നിടത്താണ് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിൻ്റെ തോത് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി സാധിക്കുന്നത്. പക്ഷേ ഇത് തെറ്റ് എന്നുള്ളത് എല്ലാ തരത്തിലുമുള്ള സമ്മർദ്ദമുണ്ട്. പക്ഷെ അത് ചെയ്യരുത്, അത് തെറ്റാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നിടത്താണ് പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് എന്തുമാത്രം ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒരു തെറ്റിലേക്ക് നമ്മൾ വീഴുമ്പോൾ എത്രമാത്രം നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മൾ ചെയ്യരുതെന്ന് പറയുന്നിടത്താണ് പരിശുദ്ധാത്മാവിൻ്റെ അളവ് നമ്മൾ എത്രമാത്രം ഉണ്ടെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് പരിശുദ്ധാത്മാവുണ്ടെങ്കിൽ തെറ്റും ശരിയും നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുള്ളൂ. ചീത്ത പറയുന്നവരും തിന്മ ചെയ്യുന്നവരും അത് അറിയുന്നില്ല എന്നുള്ളതാണ് സത്യം. കാരണം പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം പറയുമ്പോൾ പൈശാചിക ശക്തികളുടെ സാന്നിധ്യവും ഭരണവും ആധിപത്യവും കൂടും. അതുകൊണ്ട് അവർ പറയുന്നതെന്ന് അവർ അറിയുന്നില്ല. അതുകൊണ്ട് യേശുക്രിസ്തുവിന്റെ പിതാവ് ഇവർ പറയുന്നതെന്ന് ഇവർ അറിയുന്നില്ല, അവർ ചെയ്യുന്നതെന്ന് ഇവർ അറിയുന്നില്ല. ഇവരോട് കൊടുക്കണമേ. സുബോധം നഷ്ടപ്പെട്ട് പന്നിക്കൂട്ടിൽ കിടന്ന ധൂർത്തപുത്രൻ്റെ ആ നിലവാരത്തിലേക്ക് താഴാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്കറിയാം, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ഈ കോൺസെപ്റ്റ് സാധാരണക്കാർക്ക് മനസ്സിലാക്കണമെന്നില്ല. അത് പലരും ചിലപ്പോൾ അംഗീകരിച്ചൊന്നും വരില്ല. ക്രിസ്ത്യാനികളായ നമ്മെ സംബന്ധിച്ച് ഒരു ദൈവമേ ഉള്ളൂ, ഏകദൈവ വിശ്വാസികളാണ്. പക്ഷെ അത് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവിൻ്റെ 3 രൂപങ്ങളാണ്. ഇത് നമ്മൾ മനസ്സിലാക്കുന്നത് ബൈബിളിൽ നിന്ന് തന്നെയാണ്. പലപ്പോഴും പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് കത്തോലിക്കാ സഭ ബഹുദൈവ ആരാധകരാണെന്നവരെ പ്രസംഗിക്കുകയും പറഞ്ഞു വയ്ക്കുകയും ഒക്കെ ചെയ്യുന്ന കാര്യം നമ്മൾ കേൾക്കുന്നത് തെറ്റാണത്. ക്രിസ്ത്യ വിശ്വാസികൾ ഏകദൈവ വിശ്വാസികളാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവിൻ്റെ 3 രൂപങ്ങളാണ്. ഇത് മനഃപൂർവ്വം മറച്ചു വെച്ചുകൊണ്ട് ക്രിസ്ത്യാനികൾ ബഹുദൈവാരാധകർ, അത് ഒന്നിലധികം ദൈവത്തെ ആരാധിക്കുന്നവരാണെന്ന് പറഞ്ഞ് സ്ഥാപിച്ചുള്ള പ്രസംഗങ്ങളും വീഡിയോ ക്ലിപ്പുകളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. അതിന് വീടുന്നത് നമ്മൾ ഏതാണെങ്കിലും ദൈവത്തിൻ്റെ ഉപദേശങ്ങളും സന്ദേശങ്ങളും ഒക്കെ പ്രാവർത്തികമാക്കുന്നതിന് നമുക്ക് അത്യന്തം പ്രതികൂല സാഹചര്യത്തിൽ നന്മ ചെയ്യുവാനായിട്ട് നല്ല മാർഗം കാണിച്ചത് പരിശുദ്ധാത്മാവാണ്. ഞാൻ നിങ്ങളുമൊക്കെ പലഘട്ടത്തിൽ അത് കളഞ്ഞു കുടിച്ചതിൻ്റെ ദുരന്തങ്ങളാണ് പലപ്പോഴും നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് വിശ്വാസം വർദ്ധിപ്പിക്കണമെന്ന് ശിഷ്യന്മാർ പ്രാർത്ഥിച്ചതുപോലെ കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളെല്ലാവരെയും ശക്തിപ്പെടുത്തി ദൈവഹിതത്തിനനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങൾ പ്രാപ്തരാക്കണമേ എന്നുള്ള ആ ഒരു പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഈ സുവിശേഷഭാഗം നമുക്ക് ശ്രദ്ധിച്ച് കേൾക്കാം. സഭയുടെ പ്രവർത്തനവുമായിട്ട് നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സഭയെ നയിക്കുന്ന ദൈവമാണ് മനുഷ്യരിലൂടെ. പരിശുദ്ധാത്മാവാണ് മനുഷ്യരെ സഭയെ നയിക്കാൻ സഹായിക്കുന്നത്. സഭയുടെ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഒറ്റപ്പെട്ട സംഭവങ്ങളുടെ പേരിൽ സഭയെയും വിശ്വാസത്തെയും അടച്ചാക്ഷേപിക്കുമ്പോൾ നന്മ ചെയ്യുന്നവരുടെ സ്നേഹം കുറഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അവിടെയൊക്കെ വീണ്ടും വീണ്ടും നമ്മെ ശക്തിപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ പ്രദേശത്തെ എഴുന്നള്ളി വന്ന എല്ലാ പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും, പകർച്ചവ്യാധികളിൽ നിന്നും, തെറ്റായ പ്രബോധനങ്ങളിൽ നിന്നും നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുന്ന പ്രാർത്ഥനയോടെ കർത്താവെ പരിശുദ്ധാത്മാവിനെ ശക്തിപ്പെടുത്തണമെന്ന് പ്രാർത്ഥന സൂക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾക്ക് ഇടർച്ച ഉണ്ടാകാതിരിക്കേണ്ടതിനാണ് ഞാനിതെല്ലാം നിങ്ങളോട് പറഞ്ഞത്. അവർ നിങ്ങളെ സ്നേഹവും കിടന്ന് പുറത്താക്കും. നിങ്ങളെ കൊല്ലുന്ന യവനും താൻ ദൈവത്തിന് ബലിയർപ്പിക്കുന്നുവെന്ന് കരുതുന്ന സമയം വരുന്നു. അവർ പിതാവിനെ എന്നെ അറിഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് ഇത് ചെയ്യും. അവരുടെ സമയം വരുമ്പോൾ
ഇത് ഞാൻ പറഞ്ഞിരുന്നു എന്ന് നിങ്ങൾ ഓർമ്മിക്കുവാൻ വേണ്ടി ഞാനിത് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ഇക്കാര്യങ്ങൾ ആരംഭത്തിൽ നിങ്ങളോട് പറയാതിരുന്നത് ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം. എന്നാലിപ്പോൾ ഞാൻ എന്നെ അയച്ചവൻ്റെ അടുക്കിലേക്ക് പോവുകയാണ്. എന്നിട്ടും നീ എവിടെ പോകുന്നുവെന്ന് നിങ്ങൾ ആരും എന്നോട് ചോദിക്കുന്നില്ല. ഞാനിതെല്ലാം നിങ്ങളോട് പറഞ്ഞതുകൊണ്ട് നിങ്ങളുടെ ഹൃദയം ദുഃഖപൂരിതമായിരിക്കുന്നു. എങ്കിലും സത്യം ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പോകുന്നത്. ഞാൻ പോകുന്നില്ലെങ്കിൽ സഹായകൻ നിങ്ങളുടെ അടുക്കലേക്ക് വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കലേക്ക് ഞാൻ അയക്കും. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തും. അവർ എന്നിൽ വിശ്വസിക്കാത്തതിനാൽ പാപത്തെക്കുറിച്ചും ഞാൻ പിതാവിൻ്റെ അടുക്കലേക്ക് പോകുന്നത് കൊണ്ടും നിങ്ങൾ ഇനിമേലിൽ എന്നെ കാണുകയില്ലാത്തത് കൊണ്ടും നീതിയെക്കുറിച്ചും ഈ ലോകത്തിൻ്റെ അധികാരി വിധിക്കപ്പെടാതിരിക്കുന്നതിനാൽ ന്യായവിധിയെക്കുറിച്ച് ബോധ്യപ്പെടുത്തും. ഇനിയും വളരെ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാറുണ്ട്. എന്നാൽ അവ ഉൾക്കൊള്ളുവാൻ ഇപ്പോൾ നിങ്ങൾക്ക് കഴിയില്ല. സത്യാത്മാവ് വരുമ്പോൾ നിങ്ങൾ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. അവൻ സ്വമേധയായിരിക്കുകയിൽ സംസാരിക്കുന്നത് അവൻ കേൾക്കുന്നത് മാത്രം സംസാരിക്കും. വരാതിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും. അവൻ എനിക്കുള്ളതിൽ നിന്ന് സ്വീകരിച്ച് നിങ്ങളോട് പ്രഖ്യാപിക്കും. അങ്ങനെ അവൻ എന്നെ മഹത്വപ്പെടുത്തും. പിതാവിനുള്ളതെല്ലാം എനിക്കുള്ളതാണ്. അതുകൊണ്ടാണ് എനിക്കുള്ളവയിൽ നിന്ന് സ്വീകരിച്ച് അവൻ നിങ്ങളോട് പ്രഖ്യാപിക്കും എന്ന് ഞാൻ പറഞ്ഞത്. പരിശുദ്ധാത്മാവിനെ നൽകി സുവിശേഷ ചൈതന്യം കൊണ്ട് ശ്രീകന്മാരെ നിറച്ച കർത്താവായ ദൈവമേ, ഈ ദിവ്യാത്മാവിന്റെ ദാനങ്ങൾ ഞങ്ങളുടെ സമൂഹത്തിലും വർഷിക്കണമേ. അങ്ങനെ ഞങ്ങളെല്ലാവരും മിശിഹായ്ക്ക് സാക്ഷ്യം വഹിക്കുന്ന പ്രേക്ഷിതരാകട്ടെ. പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ഞങ്ങൾ വളരുകയും അവിടുത്തെ അനുയായികൾക്ക് യോഗ്യമാം വിധം വ്യാപരിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വരായ എന്നേക്കും സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കിടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ. ചെയ്യട്ടെ.
തിരുമനസ്സനുസരിച്ച് ലോകത്തെ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നമ്മിലേക്ക് ആത്മാവ് എഴുന്നള്ളി വന്ന് ദൈവികതമനുസരിച്ച് പ്രവർത്തിക്കാൻ യോഗ്യരാക്കണമെന്ന പ്രാർത്ഥനയോടെ നാം നമ്മളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരുടെ യാതനകളും പ്രാർത്ഥനകളും എല്ലാം ചേർത്ത് വെച്ച് യേശുനാമ ദിവസങ്ങൾ പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്കൊന്ന് ചേർന്ന് സമർപ്പിക്കാം. അങ്ങയുടെ ആരാധ്യമായ ത്രിത്വത്തെ പോഴുമെന്നേക്കും ഞങ്ങൾ സ്തുതിക്കും. നമ്മുടെ രക്ഷയ്ക്കു വേണ്ടി തന്നെ ബലിയർപ്പിക്കുകയും തന്റെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉദ്ധാനത്തിന്റെയും ഓർമ്മയാചരിക്കുവാൻ കൽപ്പിക്കുകയും ചെയ്ത മിശിഹ തന്റെ കൃപയാലും അനുഗ്രഹത്താലും ഈ കുർബാന സ്വീകരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ കൽപ്പന അനുസരിച്ച് മിശിഹായുടെ സ്വർഗ്ഗത്തിൽ നിന്നുള്ള മഹത്വപൂർണമായ രണ്ടാമത്തെ ആഗമനം വരെ അവിടുത്തെ വിശുദ്ധ ബലിപീഠത്തിന്മേൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങൾ സജ്ജീകരിക്കപ്പെടുന്ന അവിടുത്തെ സ്തുതിയും ബഹുമാനവും ആരാധനയും ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എന്നേക്കും. I
ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. വിശ്വമായ സകലത്തിന്റെയും സിദ്ധാന്തം ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികളുമുള്ള അതിജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോമിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തോടുള്ള സത്യദൈവവും പിതാവിനോട് കൂടെ സത്യയുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ച സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം ശ്രദ്ധിക്കപ്പെടുകയും ചെയ്ത് മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്ത്യോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും ശിവായി കറങ്ങപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്ത് അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതു ഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുമാനിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സൈനികവും സർവ്വത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിലേകമാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങളെ പറയുകയും ചെയ്യുന്നു. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തരാക്കട്ടെ. എന്റെ സഹോദരരെ, ഈ കുർബാനയുടെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ ശരീരരക്തങ്ങളാകുന്ന ദൈവരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായി നിന്നും ഞങ്ങളെയും അങ്ങ് കരുണാൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരിക്രമം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാകണമെന്ന് അങ്ങയോട് ഞങ്ങൾ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു. സമാധാനം നിങ്ങളോടുകൂടെ. നമ്മുടെ കർത്താവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നവലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും. നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ. ശരീരത്തിന്റെയും നാഥനായ ദൈവത്തിന് ഈ കുർബാന അർപ്പിക്കപ്പെടുന്നു. അവസരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് ഉറങ്ങിയേറുന്നു.
ആയിരിക്കുന്ന ആത്മജാതനും അങ്ങയോട് സദസ്യനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്യയുടെ പ്രതിച്ഛായയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടെ നിന്ന് തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും മധ്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്നും ജാതനായി ദൈവത്തിന് ഉദ്ധരിക്കുവാൻ ദൈവത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്ത് ക്ഷാതരമായ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ച് കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പ്രബോധനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി ഭക്ഷിക്കുവിൻ. പ്രകാരം തന്നെ കാശയും എടുത്ത് സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു, ഇത് പ്രബോധനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി പാനം ചെയ്യുവിൻ. നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കളും
കുർബാന അങ്ങ് സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടി ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടിയും ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനും വേണ്ടിയും നമ്മുടെ ആശുപത്രികളിലും ഭവനങ്ങളിലും രോഗികളായി കഴിയുന്ന എല്ലാ സഹോദരി സഹോദരങ്ങൾക്ക് വേണ്ടിയും നമ്മുടെ ഇടവകയിലെ ഓരോ വ്യക്തികൾക്ക് വേണ്ടിയും കുടുംബങ്ങൾക്ക് വേണ്ടിയും സുവിശേഷ സേവനത്തിനായി പുറത്തു പോയിരിക്കുന്ന ബഹുമാനപ്പെട്ട വൈദികർക്ക് വേണ്ടിയും സന്യാസിനികൾക്കും വേണ്ടിയും ആത്മായ പ്രേക്ഷകർക്കും വേണ്ടിയും ലോകമെമ്പാടുമുള്ള എല്ലാ മിഷണറിമാർക്കും വേണ്ടിയും നമ്മുടെ ഇടവകയിൽ നിന്നും ഇല്ലാട്ടിൽ നിന്നും വിദേശങ്ങളിൽ ഇവര് ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും എല്ലാ വൈദിക വിദ്യാർത്ഥികൾക്കും വേണ്ടി എല്ലാ മുതലാളികൾക്കും വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുമക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുവാൻ ആരുപോലുമില്ലാത്തവർക്ക് വേണ്ടിയും വിശുദ്ധ കുർബാനയോടും വിശുദ്ധ ബൈബിളിനോടും പ്രത്യേകമാവിധം സ്നേഹവും ആരാധനയുമെല്ലാം വൃദ്ധ പിതാക്കന്മാർക്കും വേണ്ടിയും മദ്യപാനത്തിൽ നിന്ന് മോചനം നേടുവാൻ ആഗ്രഹിക്കുന്ന എല്ലാ പ്രിയ സഹോദരങ്ങൾക്ക് വേണ്ടിയും വിധവകളായി കഴിയുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും ശുശ്രൂഷാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടിയും സന്താനങ്ങളില്ലാത്ത എല്ലാ ദമ്പതികൾക്ക് വേണ്ടിയും വിവാഹപ്രായമെത്തി നിൽക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട യുവാക്കന്മാർക്കും മതസ്ഥരായ ഈ നാട്ടിലെ എല്ലാ ജനങ്ങൾക്ക് വേണ്ടിയും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടിയും നമ്മുടെ പ്രാർത്ഥനാ സഹായം ആവശ്യമായിരിക്കുന്നവർക്ക് വേണ്ടിയും അവരുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവ്വം കാത്തിരിക്കുന്ന ജനത്തിനും വേണ്ടി യോഗ്യനായിരിക്കും വേണ്ടിയും ഈ കുർബാനയെന്ന് സ്വീകരിക്കണമേ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാപകവുമായ ഈ രക്ഷാപദ്ധതിയെ കുറിച്ച് ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യത്താൽ രക്ഷിക്കപ്പെട്ടതിന് സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യും. പൂജ്യമായിടും നിന്റെ നാമത്തിൽ ആദരാൽ ഞങ്ങളർപ്പിക്കും. സ്തോത്രവും സ്തുതികീർത്തനങ്ങളും ഇന്നുമേ എപ്പോഴുമെന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോടും ദയ തോന്നണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളെ യോഗ്യരാകുന്ന ഞങ്ങളുടെ ദൈവത്തിൽ നിന്റെ നാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ഞങ്ങൾ ആരാധനയും സമർപ്പിക്കുന്ന സജീവവും ജീവദായകവുമായപ്പോൾ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നത് ഭക്ഷിക്കുന്നവർ മരിക്കുകയും അവർക്ക് പാപമോചനം ക്ഷയം പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. Thank you.
എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരത്തിന്റെ രഹസ്യങ്ങളെ നമുക്ക് യാതൊരു സമീപിക്കാം. അനുതാപത്തോടെ പിന്തുണയുകൊണ്ടും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തലിച്ചുകൊണ്ടും സഹോദരനെ വീക്ഷണിച്ചുകൊണ്ടും നമുക്ക് സകലത്തിന്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. പിന്നെ നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. ശക്തിയിലും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ മുക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പ്രവർത്തിക്കപ്പെടുകയും ചെയ്യാം. യോജിപ്പോടും ഐക്യത്തോടും കൂടെ രഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, നിന്റെ ശരീരത്തിൽ ഉൾപ്പെടുന്ന ആത്മാക്കളെ രക്ഷയ്ക്കും കാരണമാകട്ടെ. സമാധാനത്തോടുകൂടെ കർത്താവേ, ഞങ്ങളുടെ ഇടയിൽ നിന്റെ സമാധാനവും ഹൃദയങ്ങളിൽ ശാന്തിയും പുലർത്തണമേ. ഞങ്ങളുടെ നാമങ്ങൾ നിന്റെ സത്യം പ്രഘോഷിക്കട്ടെ. ഞങ്ങളുടെ വചനങ്ങളെ നിങ്ങൾ പുതിയ വീണകളാക്കുകയും ഒരിക്കുന്ന ആദരങ്ങൾ കൊണ്ട് ഞങ്ങൾ സ്തോത്രം ആലപിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ കുരിശ് ഞങ്ങൾക്ക് സംരക്ഷണമായി ഭവിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കുന്ന ഉപദേശിച്ചുകൊണ്ട് ശിഷ്യന്മാരെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന അങ്ങനെ ലഭിച്ച മനോവിശ്വാസത്തോടെ ആവർത്തിക്കുവാൻ അങ്ങ് ഞങ്ങളെയും യോഗ്യരാകണമേ. ഞങ്ങളെല്ലാവരും ഉയർന്നങ്ങി വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്ന സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, സ്ഥാനം ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, സ്ഥാനമേൽ മനസ്സിനെ ഞങ്ങളെ രക്ഷിക്കണമേ. ഇതുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവിശുദ്ധിയും പ്രാപിക്കുന്ന അധികാരവും അങ്ങയുടേതാകുന്നു. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. തിരഞ്ഞെടുക്കപ്പെട്ട സ്ത്രീകന്മാരെ അനുകരിച്ച് വിശുദ്ധർ സ്വർഗത്തിലെത്തി ദൈവത്തെ അനുവദിതം സ്തുതിക്കുന്നു. മാലാഖമാരുടെ കൂടെ ഹല്ലേലൂയ പാടി നിങ്ങൾ കർത്താവിനെ പുകഴ്ത്തുവിൻ. സഹോദരരെ വരുവിൻ, വിശാലചരിത്രങ്ങൾ സ്വീകരിക്കുകയും ഹല്ലേലൂയ പാടി അവിടുത്തെ സ്തുതിക്കുകയും ചെയ്യുവിൻ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവിശോമിശിഹായുടെ കൃപാവരം അവിടുത്തെ കരുണയാൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. മിശിഹായുടെ തിരുശരീരത്തിൽ പകടങ്ങളെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിൽ തിരിവനും കാരണമാകട്ടെ.
നിന്ന് മിശിഹായുടെ കുരിശിലെ ബലി വഴി ഞങ്ങളുടെ പാപങ്ങളെല്ലാം പുറത്ത് ദൈവരാജ്യത്തിനങ്ങ് ഞങ്ങളെ അർഹരാക്കി അങ്ങയുടെ അനന്തമായ സ്നേഹത്തിന് നിരന്തരം പ്രതിനിധിപ്പിക്കുവാൻ നിങ്ങൾ കിടപ്പെട്ടവരാകുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ഞങ്ങളുടെ കർത്താവും രക്ഷകനുമായ മിശിഹായേ, നിന്റെ ശരീരവും രക്തവും നൽകിക്കൊണ്ട് സ്വർഗീയ ജീവിതത്തിന് നീ ഞങ്ങളെ അർഹരാക്കി വിചാരത്തിലും വചനത്തിലും പ്രവൃത്തിയിലും വിശുദ്ധീകരിക്കപ്പെട്ട് സ്വർഗത്തിൽ നിത്യമഹത്വം അനുഭവിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സ്വർഗവാസികളോടും ഭൂവാസികളോടും ചേർന്ന് ഈ അനന്തകാലത്തിന് നിനക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്ന സകലത്തിൻ്റെ നാഥായ എന്നേക്കും. Hallelujah.
ദൈവത്തിന്റെ മകനീയ മുദ്ര പതിപ്പിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ രോഗവസ്ഥകളിൽ നിന്ന് അകറ്റുകയും വിശുദ്ധമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ മനസമ്മതങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ മികത്തിൽ അവരുടെ ആനന്ദവും ആശ്വാസവും പരത്തിൽ നിത്യ സൗഭാഗ്യത്തിന്റെ മകളവുമായി തീരട്ടെ. ആമേൻ. ലോകരക്ഷകനായ ഈശോ, വൈദികരുടെ രാജ്ഞിയായ മറിയമേ, വിശുദ്ധ തിരുക്കുടുംബമേ,